ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ദൈവം നമ്മേവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന തിരുവചന വേദഭാഗം 119 സങ്കീർത്തനം 60 വചനം. 119 സങ്കീർത്തനം 60 വചനം. നിന്റെ കൽപ്പനകളെ പ്രമാണിക്കേണ്ടതിന് ഞാൻ താമസിയാതെ ബദ്ധപ്പെടുന്നു. നിന്റെ കൽപ്പനകളെ പ്രമാണിക്കേണ്ടതിന് ഞാൻ താമസിയാതെ ബദ്ധപ്പെടുന്നു. ഈ വചനത്തിൽ ഒരു മർമ്മം ഒളിഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ പ്രമാണിക്കാനായിട്ട് താമസിയാതെ, ഒട്ടും തന്നെ അമാന്തിക്കാതെ, വൈകാതെ ബദ്ധപ്പെടുന്നു. ഇത് നമുക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കർത്താവ് പറയുന്ന കാര്യങ്ങളെ, വചനത്തിൽ പറയുന്ന കാര്യങ്ങളെ, വചനത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ബോധ്യങ്ങളെ ഉടൻ അനുസരിക്കുക എന്നുള്ളതാണ്. താമസിയാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുക, അല്പം കൂടെ കഴിയട്ടെ എന്ന് പറയുക, അല്ലെങ്കിൽ മറ്റൊരു സീസൺ ആവട്ടെ, കുറച്ച് ദിവസം കൊണ്ട് കഴിയട്ടെ, ഇപ്പോൾ പറ്റത്തില്ല. ഇങ്ങനെ നമ്മൾ ഡയറക്റ്റ്ലി ചിലപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ തീരുമാനം എടുക്കാം. അല്ലാതെ ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ നമുക്ക് മറ്റ് പല കാര്യങ്ങളിലൂടെ വന്നിട്ട് നമ്മളിതങ്ങ് വിട്ടുകളഞ്ഞിട്ട് ഇപ്പോൾ പറ്റത്തില്ല എന്ന് തീരുമാനിക്കുന്നൊരവസ്ഥ നമുക്കുണ്ടാവാം. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം. ഇപ്പോൾ എനിക്കിത് അനുസരിക്കാൻ പറ്റത്തില്ല, കാരണം മറ്റ് സാഹചര്യങ്ങൾ എനിക്ക് അനുകൂലമല്ല എന്ന് പറഞ്ഞ് നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കാതെ മാറ്റിവെക്കാനുള്ള സാഹചര്യം വന്നേക്കാം, അങ്ങനെ വരാം. പക്ഷേ വേദപുസ്തകം ഒരിക്കലും അതിനൊരു പോസിറ്റീവായ ഒരു ഇത് നമുക്ക് തരുന്നില്ല. നമുക്ക് അനുസരണം, അല്ലെങ്കിൽ അത് അനുസരിക്കാനുള്ള ബദ്ധപ്പാടാണ് കർത്താവ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് പറയുന്ന കാര്യങ്ങൾ ഉടൻ അനുസരിക്കുക, എത്രയും പെട്ടെന്ന് അനുസരിക്കുക. വേഗത്തിലനുസരിച്ച് നമ്മൾ ആ അനുസരണത്തിൻ്റെ ശീലം നമ്മൾ കാണിച്ചു കൊടുക്കുക. പ്രിയമുള്ളവരെ, നമ്മളെപ്പോഴും മനസ്സിലാക്കുക, വചനത്തിൽ നമുക്കൊരു ബോധ്യം കിട്ടിക്കഴിഞ്ഞാൽ, ഒരു പ്രസംഗത്തിലൂടെ നമുക്കൊരു ബോധ്യം കിട്ടിക്കഴിഞ്ഞാൽ, ദൈവം നമുക്കൊരു ബോധ്യം തന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ അത് അനുസരിക്കുക. പ്രമാണം ഇതാണ്, കർത്താവ് എന്നെപ്പറ്റി ആഗ്രഹിക്കുന്ന ഇതാണ്. ചിലപ്പോൾ നമ്മളെപ്പറ്റി പേഴ്സണലി കർത്താവ് നമ്മോട് സംസാരിച്ചെന്നിരിക്കാം, അപ്പോൾ നമുക്ക് ദൂതുകൾ തന്നെന്നിരിക്കാം. അപ്പോൾ നമ്മൾ അത് ഉടൻ അനുസരിക്കാനുള്ള ബദ്ധപ്പാട് നമുക്കുണ്ടാവണം. കർത്താവ് പറഞ്ഞു, എന്നാൽ പിന്നെ ഞാനത് അനുസരിക്കണമല്ലോ. അതിന് താമസിയാതെ അനുസരിക്കുക, ലാഗ് വരാതിരിക്കുക. അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. നമ്മൾ ടൈം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്നൊരു ദൂത് നമുക്ക് തന്ന്, കർത്താവ് ഇന്ന് നമുക്കൊരു ബോധ്യം തന്നു, അല്ലെങ്കിൽ ഇന്നൊരു വചനത്തിലൂടെ നമുക്കൊരു ബോധ്യം തന്നു, ഇന്നത് അനുസരിക്കണമെന്ന് നമ്മളടുത്ത് പറയുന്നു, ഇത് പ്രമാണമാണ്, നമ്മൾ മനസ്സിലാക്കുന്നു. ഉടൻ തന്നെ അതൊരു ടൈമിംഗ് ആയിരിക്കും നമുക്ക് ബോധ്യം തന്നത്. ഉടൻ നമ്മുടെ മനസ്സിനകത്ത് അത് എടുക്കുന്നു, അത് ആക്ട് ചെയ്യാനായിട്ട് നമ്മൾ തീരുമാനം എടുക്കുന്നു, അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുന്നു, അതിലേക്ക് തന്നെ നടക്കുന്നു. അത്രേ ഉള്ളൂ സമയം. അല്ലാതെ പിന്നെ ഓട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈം മാറും, ഈ സീസൺ അങ്ങ് മാറും. ചിലപ്പോൾ 1 മണിക്കൂർ കഴിയുമ്പോൾ ഈ ടൈം മാറും. പിന്നെ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന കവറിങ് ചിലപ്പോൾ കിട്ടണമെന്നില്ല, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കിട്ടണമെന്നില്ല. നിങ്ങൾ അനുസരിക്കാൻ ബന്ധപ്പെടുമ്പോൾ ബുദ്ധിമുട്ട് വന്നേക്കാം. എന്നാൽ നിങ്ങൾ കിട്ടിയ സമയത്ത് നിങ്ങൾ അനുസരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉടൻ പരിശുദ്ധാത്മാവിൻ്റെ കവറിങ് അവിടെ കാണും. വലിയ ശക്തമായൊരു ദൈവസാന്നിധ്യം നിങ്ങൾ കാണും. നിങ്ങളുടെ ദൈവം അത് സഹായിക്കും, അനുസരിക്കാനൊക്കെ സഹായിക്കും, പ്രമാണിക്കാൻ സഹായിക്കും. നല്ല നിങ്ങൾ ടൈം മാറിക്കഴിഞ്ഞാൽ സീസൺ മാറുന്നു, ആ കവറിങ് അവിടെ കിട്ടത്തില്ല. പിന്നെ മറ്റൊരു അവസരം നിങ്ങൾക്ക് ഒരുപക്ഷെ നോക്കിയിരിക്കേണ്ടി വരും. അതിൻ്റേതായ നന്മകളുടെ നഷ്ടം വരും, പൈശാചിൻ്റെ പോരാട്ടങ്ങൾ അതിനിടയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്നിനും ദൈവം നമുക്ക് തരുന്ന ബോധ്യങ്ങൾക്ക് ഒരിക്കലും സമയം ലാഗ് ആവരുത്. ബന്ധപ്പെട്ട് അനുസരിക്കാനായിട്ട് തയ്യാറാകുക. താമസിയാതെ ദൈവത്തിൻ്റെ കൽപ്പനകളെ, ഇഷ്ടങ്ങളെ അനുസരിക്കുക. അത് നമുക്ക് അനുഗ്രഹമായി മാറും. പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, സ്വർഗ്ഗീയ പിതാവേ, വചനം കേട്ട പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹിക്കണേ കർത്താവേ. അങ്ങനെ പ്രമാണങ്ങളെ താമസിയാതെ അനുസരിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ക്രിസ്തു മൂലം ചോദിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണം സ്വർഗ്ഗീയ നല്ല പിതാവേ. ആമേൻ. പ്രാർത്ഥനയോടെ സിബിൻ പൊളച്ചൻ.